ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്കിവിടെ ജീവിക്കുവാൻ മോഹം. ഇനിയൊരു കർമ്മമുണ്ടെങ്കിൽ എനിക്കിവിടെ തുടരുവാൻ മോഹം. വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, നാട്ടുകാർ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികൾ, സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇന്ന്. ഈ അവസരത്തിൽ PTA നേതൃത്വത്തിൽ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഇത്രയും ഗംഭീരമായ ഒരു യാത്രയപ്പ് ഒരുക്കിയതിൽ ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുന്നു. അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടത്ത് ശ്രീ മധുസൂദനൻ നായരുടെയും ഇന്ദിരയുടെയും മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സിന് ശേഷം ചുങ്കത്തറ മാർത്തോമ കോളേജ്, മമ്പാട് MES കോളേജ് എന്നിവിടങ്ങളായിരുന്നു കോളേജ് വിദ്യാഭ്യാസം. അതിനുശേഷം കോട്ടയം ഗവൺമെന്റ് TTAയിലാണ് TTC പഠനം പൂർത്തിയാക്കിയത്. ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ എൻ്റെ എല്ലാ ഗുരുനാഥന്മാരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. വളരെ യാദൃശ്ചികമായാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. TTC കഴിഞ്ഞ ഉടനെ എൻ്റെ ഒരു ബന്ധു വീട്ടിലെ ചടങ്ങിൽ വെച്ച് ചുങ്കത്തറ പഞ്ചായത്തിലെ കൊന്നമണ്ണ LP സ്കൂൾ മാനേജരായിരുന്ന ഗോവിന്ദൻകുട്ടി നായർ എന്നെ കാണുകയും തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ALP സ്കൂൾ കൊന്നമണ്ണയിൽ എന്നോട് ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഒരു മകളെ പോലെ എന്നെ സ്നേഹിച്ച അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. 1991 തൃപ്പനച്ചിയുടെ മരുമകളായിട്ടാണ് ഞാൻ ഈ നാട്ടിലെത്തുന്നത്. അതിനുശേഷം അന്ന് തൃപ്പനച്ചി സ്കൂളിന്റെ മാനേജരായിരുന്ന ശാരദ അമ്മ, കാര്യദർശിയും അധ്യാപകനുമായിരുന്ന ഗോപിനാഥൻ മാസ്റ്റർ എന്നിവർ എനിക്ക് ഈ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ അവസരം തരികയും 1992 സെപ്റ്റംബറിൽ മാനേജ്മെന്റ് ട്രാൻസ്ഫർ വഴി ഞാൻ ഈ വിദ്യാലയത്തിൽ ജോയിൻ ചെയ്യുകയുമാണ് ഉണ്ടായത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെയും കുടുംബത്തിനും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അന്ന് ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശ്രീ വർഗീസ് മാസ്റ്റർ, അദ്ദേഹം തന്ന കരുതലും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആകസ്മികമായ വിയോഗം ഇന്നും വളരെ വേദനയോടെ ഓർക്കുന്നു. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അന്ന് കൂടെ ജോലി ചെയ്തിരുന്ന ഗുരുതുല്യരായ ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകർ, അവരുടെ ഓരോരുത്തരുടെയും കൂടെ ജോലി ചെയ്യാനായത് എൻ്റെ അധ്യാപക ജീവിതത്തിലെ ഒരു വിലപ്പെട്ട അനുഭവമായി ഞാൻ കരുതുകയാണ്. എൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായി എൻ്റെ ജീവിതം ഈ വിദ്യാലയാങ്കണത്തിലാണ്. തുടക്കകാലത്ത് 3 വർഷം 1ാം ക്ലാസ്സിലും അതിനുശേഷം 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലുമാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. ആയിരക്കണക്കിന് കുട്ടികൾക്ക് അറിവ് നൽകാനും അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനും കഴിഞ്ഞത് ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കാണുന്നു. അതുപോലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് ഓരോ സ്കൂളിലും ഒരു കൺവീനർ വേണമെന്ന അവസ്ഥയിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആ ചുമതല ഏറ്റെടുത്തത്. ഇന്നും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവർ എൻ്റെ ആ കുട്ടികൾ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷമായി തൃപ്പനച്ചി സ്കൂളിന്റെ HM എന്ന നിലയിൽ പ്രവർത്തിക്കാനായത് ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഒരിക്കലും ഞാൻ ഇത് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ശിവപ്രസാദ് മാഷിനും മിനി ടീച്ചറിനും ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിന് മുന്നിൽ എൻ്റെ സഹപ്രവർത്തകരുടെയും അതിലുപരിയായി ഇന്നത്തെ മാനേജ്മെന്റ് കാര്യദർശി ഡോക്ടർ ആദിൽ റഹ്മാൻ എന്ന പ്രിയപ്പെട്ട ആദിലിന്റെയും സ്നേഹപൂർവമായ നിർബന്ധങ്ങൾക്ക് മുന്നിൽ എനിക്ക് ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. രാമരുട്ടി മാസ്റ്റർ, വർഗീസ് മാസ്റ്റർ തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭരായ അധ്യാപകർ ഇരുന്ന സ്ഥാനമാണ്.
എത്രമാത്രം എനിക്ക് ആ സ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് വളരെയേറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ശിവപ്രസാദ് മാസ്റ്ററെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം HM ആയിരുന്ന അവസരത്തിൽ സ്റ്റാഫ് സെക്രട്ടറിയായി നിർബന്ധപൂർവം എന്നെ സ്ഥാനമേൽപ്പിക്കുകയും ആ വർഷക്കാലം ഓരോ അവസരങ്ങളിലും ഓരോ മീറ്റിങ്ങുകളിലും നിർബന്ധപൂർവം എന്നെ സംസാരിപ്പിക്കുകയും എനിക്ക് ആത്മവിശ്വാസം പകർന്നു തരികയും ചെയ്തത് അദ്ദേഹമാണ്. പ്രസുമാഷെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, 2700ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു UP സ്കൂൾ, ഒരു പക്ഷെ കേരളത്തിൽ തന്നെ നമ്മുടെ സ്കൂളായിരിക്കാം. ഒരു ഓഫീസ് ജോലികൾക്ക് ഒരു ക്ലർക്ക് പോലും ഇല്ലാത്ത നമ്മുടെ സ്കൂളിൽ എൻ്റെ ഓരോ പ്രിയപ്പെട്ടവരും ഓഫീസ് ജോലികളായാലും എല്ലാ ജോലികളായാലും അവർ പങ്കിട്ടെടുത്ത് കൃത്യമായി അതാത് സമയങ്ങളിൽ എനിക്ക് കൃത്യമായി ചെയ്തു തന്നതുകൊണ്ടാണ് എൻ്റെ ഈ HM സ്ഥാനം എനിക്ക് ഇത്രയും ഭംഗിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതുപോലെ എൻ്റെ ഓഫീസ് അസിസ്റ്റന്റ് ഭാഗ്യലക്ഷ്മി എന്ന എൻ്റെ ഭാഗ്യയെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. എൻ്റെ അറിവില്ലായ്മകളും പോരായ്മകളും ബലഹീനതകളും തെറ്റുകളും എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചൂണ്ടിക്കാട്ടി എന്നെ തിരുത്തി എന്നെ മുന്നോട്ട് നയിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ്. ഈ അവസരത്തിൽ ഞാൻ അവരെ എൻ്റെ നെഞ്ചോട് ചേർക്കുന്നു. അതുപോലെ PTA MTA ഭാരവാഹികൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷക്കാലത്തെ ശ്രീ ശിഹാബിന്റെ നേതൃത്വത്തിലുള്ള PTA MTA ഭാരവാഹികൾ സ്കൂളിന്റെ ഓരോ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. പ്രിയ രക്ഷിതാക്കൾ, കഴിഞ്ഞ 36 വർഷമായി ധാരാളം രക്ഷിതാക്കളുമായി പരിചയപ്പെടാനും ഇടപെടാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പഴയകാല വിദ്യാർത്ഥികൾ പലരും ഇന്ന് രക്ഷിതാക്കളായി മുന്നിലെത്തുമ്പോൾ 2 തലമുറകൾക്ക് അറിവ് നൽകാൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മനിർവൃതി ഞാൻ ഈ അവസരത്തിൽ അനുഭവിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും പൂർവ്വ വിദ്യാർത്ഥികളോടും എൻ്റെ സ്നേഹം, എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവരുടെ കൊച്ചു കൊച്ചു വഴക്കുകളും പിണക്കങ്ങളും പരാതികളും പരിഭവങ്ങളും അതുപോലെ ചെറിയ മക്കളുടെ HMA വിളികളും എല്ലാ പ്രശ്നങ്ങളും മറക്കുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടൊത്ത് ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ് എൻ്റെ ഏറ്റവും പുണ്യമായി ഞാൻ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അവരുടെ ഭാവിയിൽ ഏറ്റവും നല്ല നിലയിൽ എത്തുന്നതിനും ഭാവി വാഗ്ദാനങ്ങളായി വളരുന്നതിനും ഏറ്റവും നല്ല ഉത്തമ പൗരന്മാരായി വളരുന്നതിനും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എന്നും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ വിഷമിച്ച അവസരങ്ങൾ ഞങ്ങൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രതീക്ഷകളായിരുന്ന കുഞ്ഞുമക്കൾ, അവർ നമ്മ വിട്ടുപിരിഞ്ഞ അവസരങ്ങളാണ്. വിട പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. 2012, 2013 കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ ഏറ്റെടുത്ത ഇപ്പോഴത്തെ മാനേജ്മെന്റ് ശ്രീ മുഹമ്മദ് ഹുസൈൻ ഹാജിയുടെ അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട വാച്യാക്കയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതിനുശേഷം സ്കൂൾ കാര്യദർശിയായിരുന്ന പ്രിയപ്പെട്ട ഗഫൂർക്ക, ഡോക്ടർ ആദിൽ റഹ്മാൻ എന്ന ആദിൽ, അതുപോലെ അജ്മൽ, അവരുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെയും ഏറ്റവും സ്നേഹത്തോടെയും ഓർക്കുന്നു. പ്രിയരെ, ഏറെ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ 36 വർഷത്തെ അധ്യാപക ജോലിയിൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, പ്രിയ രക്ഷിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, മാനേജ്മെന്റ്, അതുപോലെ എൻ്റെ ജോലി തിരക്കുകൾ കണ്ടറിഞ്ഞ് എൻ്റെ കൂടെ നിന്ന എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. 36 വർഷം വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. തികഞ്ഞ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഞാൻ പടിയിറങ്ങട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.